السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ നമ്മൾ റംലാനിൽ 93-ാമത്തെ ആയത്തിലാണ് നിർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലെങ്കിൽ നമ്മൾ അവസാനിപ്പിച്ചത് അല്ലേ വളരെ എന്താ പറയാ നമ്മളെ കൊണ്ട് ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആയിരുന്നു അല്ലേ. സെമഅന വ അസൈന, ഞങ്ങൾ കേട്ടിരിക്കുന്നു പക്ഷെ ഞങ്ങൾ അനുസരണക്കേട് കാട്ടിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ബനി ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ പറയുന്നത് നമ്മൾ അള്ളാഹുവിനെ ഭയങ്കരമായിട്ട് അനുസരിക്കുന്നവരാണോ അതാണ് ഇതാണ് മറ്റേതാണെന്നൊക്കെയാണ്. പക്ഷെ എവിടേക്കോ എന്താണ് ഉഷ്രിബു ഫീ ഖുലൂബിഹിമുൽ അജ്ൽ അല്ലേ, നമ്മളുടെ ഉള്ളിലും ആ ഒരു പശുക്കുട്ടിയോടുള്ള സ്നേഹം നമ്മളുടെ മനസ്സിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറി മുറുക്കി പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരുടെയും അജ്ൽ എന്ന് പറയുന്നത് വേറെ വേറെ കാര്യങ്ങളാണ്. നമ്മൾ വിശദമായിട്ട് കണ്ടു അല്ലെ. നമുക്ക് നമ്മളുടെ നഫ്സിനോടുള്ള ഇഷ്ടം തന്നെ പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയും നമ്മളുമായിട്ട് ഉള്ള തടസ്സമായിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബനി ഇസ്രായേലിന്റെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും കേട്ടിട്ട് നമ്മളോട് അള്ളാഹ് പറയുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ കണ്ടു, കേട്ടു, മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അള്ളാഹു ഇനിയും തുടർന്ന് മനസ്സിലാക്കാനും നമ്മളുടെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരാനുമുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. ആമീൻ. ഇന്ന് നമുക്ക് 94 മുതൽ 96 വരെയുള്ള ആയത്തുകൾ നോക്കാം ഇൻഷാ അല്ലാഹ്. ട്രാൻസ്ലേഷൻ നോക്കാം ആദ്യം. 94-ാമത്തെ ആയത്ത്. ഖുൽ ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറതു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിൻ നാസി ഫതമന്നവുൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ. നീ അവരോട്, അതായത് ബനി ഇസ്രായേലിയരോട്, യഹൂദരോട് പറയുക, മറ്റാർക്കും നൽകാതെ നിങ്ങൾക്ക് മാത്രമായി അള്ളാഹു നീക്കി വെച്ചതാണ് പരലോക വിജയമെങ്കിൽ നിങ്ങൾ മരിക്കുവാൻ കൊതിച്ചുകൊള്ളുക. നിങ്ങളുടെ വാദം സത്യമാണെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ വാദം സത്യമാണെങ്കിൽ അതാണല്ലോ നിങ്ങൾക്ക് വേണ്ടത് അല്ലെ. വാക്കർത്ഥം നോക്കാം. കുൽ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. ഇൻ കാനത്, ഇന്ന് വെച്ചാൽ ഇഫ്, എങ്കിൽ എന്നുള്ള അർത്ഥമാണ്. കാനത് നമ്മൾ കാന കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലെ. കാനയുടെ സ്ത്രീലിംഗ ഫോമാണ് കാനത്ത്. അപ്പോൾ എന്തോ ഫീമെയിൽ ഒരു വാക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ലക്കും നിങ്ങൾക്ക്, അദ്ദാറുൽ ആഖിറ, ദാറുൽ ആഖിറ ആഖിറത്തിലെ ഭവനം, പരലോകത്തെ ഭവനം. ദാൽവാറ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അല്ലെ. ആ ഒരു റൂട്ട് എന്താണെന്നൊക്കെ, ദാറ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഖിറ എന്ന് പറഞ്ഞാൽ അവസാനം വരുന്നത്. ഓക്കെ, ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനം വരുന്നത്. അപ്പം പരലോകത്തിലെ വീട്, അവസാനം വരുന്ന വീട്. ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കിൽ. ഖാലിസ ലാം സ്വാദ് പുതിയ റൂട്ടാണ്. മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യത്തിനാണ്, അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള കാര്യം. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് തഫ്സീറിൽ കാണാം. മിന്ദൂനിൻ നാസി, മിന്ദൂൻ എന്ന് വെച്ചാൽ കൂടാതെ, അന്നാസി മനുഷ്യരെ കൂടാതെ. ഫതമന്നൗ എന്നാൽ നിങ്ങൾ കൊതിക്കുവിൻ. തമന്ന മീം നൂ യ അമാനി, ഈ വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹം, വ്യാമോഹം എന്നൊക്കെ നമ്മൾ അതിന്റെ അർത്ഥം പല അർത്ഥങ്ങളിൽ ഒരു അർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽ മൗത്ത മരണത്തെ. ഓക്കെ, മരണത്തിന് വേണ്ടി കൊതിച്ചോളൂ. ഇൻകുന്തും നിങ്ങൾ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആണെങ്കിൽ, സ്വാദിഖീൻ സത്യം പറയുന്നവർ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ മരണത്തിന് കൊതിച്ചുകൊള്ളുവിൻ. തഫ്സീർ നോക്കാം. കുൽ പറയുക, ഇൻ കാനത് എന്ത്, അത് ആയിരുന്നെങ്കിൽ, ആണെങ്കിൽ, ലക്കും ഫോർ നിങ്ങൾക്ക്, അദ്ദാറുൽ ആഖിറ പരലോകത്തിലെ ഭവനം, ഇൻദല്ലാഹ് അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ സൈറ്റില്, ഖാലിസ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ട്, മിന്ദൂനിൻ നാസി മനുഷ്യന്മാരൊഴികെ, ഫതമന്നവുൽ മൗത നിങ്ങൾ ആഗ്രഹിച്ചു കൊള്ളുക, ഇൻകുന്തും മരണത്തെ ആഗ്രഹിച്ചു കൊള്ളുക, ഇൻകുന്തും സ്വാദിക്കും നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. അപ്പം ബനി ഇസ്രായേലിന്റെ
അവരിങ്ങനെ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക അല്ലെ. അവര് വിശ്വസിക്കാൻ, സ്വീകരിക്കാൻ, സൽക്കർമ്മം ചെയ്യാൻ ഒക്കെ പല എക്സ്ക്യൂസസ് ആണ് പല കാര്യങ്ങളും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇല്ല, നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഖുർആനിലും വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യമില്ല എന്നതിനെ അവര് എന്താ പറയാ ന്യായീകരിച്ചുകൊണ്ട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം സൂറത്ത് മാഇദയിൽ 18-ാമത്തെ ആയത്തില് അവര് പറയുന്നുണ്ട്, വഖാലത്തിൽ യഹൂദു വന്നസ്വാറ നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു. യഹൂദരും ക്രിസ്ത്യാനികളും വാദിക്കുന്നു തങ്ങൾ ദൈവത്തിന്റെ മക്കളും അവന് പ്രിയപ്പെട്ടവരുമാണെന്ന്. അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ അവരുടെ അടുത്ത് വിശ്വസിക്കുക, സൽക്കർമ്മം ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക, ഖുർആനിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർ ഇതുപോലെ ഓരോ ഉഡായിപ്പുകൾ, ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ് അല്ലെ. അപ്പം ഇവിടെ അവരെന്താ പറയുന്നത്, നഹ്നു അബ്നാഉല്ലാഹ്, നമ്മൾ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ മക്കളാണ്, വ അഹിബ്ബാഉഹു, അവന് ഏറ്റവും പ്രിയപ്പെട്ടവരും നമ്മളാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളാണ്. അള്ളാഹ് നമ്മളെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, നിങ്ങളെ ഒന്നും അല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും അതൊരു വിഷയമല്ല അല്ലെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളാവുമ്പോൾ നമ്മൾ അവരുടെ കുറച്ച് കുരുത്തക്കേടിനൊക്കെ നമ്മൾ അങ്ങ് കണ്ണടച്ച് കളയും അല്ലെ. അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ കൊടുക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ ഇത്തിരി അനുസരണക്കേട് കാണിച്ചാലും അള്ളാഹു നമ്മളെ സ്വർഗത്തിലേ ഇടുള്ളൂ. കാരണം അള്ളാഹിന്റെ സ്വന്തം ആൾക്കാരാണ്, അള്ളാഹ് അത്ര ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മള്. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മൾ മുമ്പുള്ള ഒരു ആയത്തിൽ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് വഖാലു ലൻ തമസ്സന النار ഇല്ലാ അയ്യാമൻ മഅദൂദഹ്, അതായത് നാറ് ഞങ്ങളെ തൊടുകയില്ല അല്ലെ, നരകത്തിലെ തീ ഞങ്ങളെ തൊടുകയില്ല കുറച്ച് ദിവസങ്ങൾ ഒഴികെ, വളരെ കുറച്ച് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ ഒഴികെ നരകത്തിലെ തീ ഞങ്ങളെ തൊടുകയില്ല. അത് കഴിയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ്? സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ഇതുപോലെ അവർക്ക് പല എക്സ്ക്യൂസസ് ആണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് എന്താ പറയാ നമ്മളെ എലിവേറ്റ് ചെയ്ത് ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന കഷ്ടപ്പാടും വിശ്വാസവും നമുക്ക് ആവശ്യമില്ല. അതുപോലെ ബഖറയിലെ 111-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വഖാലു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ. അവര് പറയാണ് എന്ത്, ഹൂദൻ ഔ നസാറ, ജൂതന്മാരും ക്രിസ്ത്യാനികളും അല്ലാത്തവര് ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ ഈ വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമ്മളടുത്ത് വന്ന് പറയണ്ട. അപ്പൊ അള്ളാഹു പറയാണ്, ഖുൽ, നീ അവരോട് പറയ്, ഇൻ കാനത്ത്, അതായിരുന്നെങ്കിൽ, എന്ത് കാനത്ത് അല്ലെ, എന്താ കാനത്ത്? ഞാൻ പറഞ്ഞു കാനയുടെ ഫീമെയിൽ ഫോം ആണ്. ഇവിടെ ദാർ എന്ന് പറയുന്ന വീട് എന്ന് പറയുന്ന വാക്ക് ഫീമെയിൽ ആയതുകൊണ്ടാണ് ഇവിടെ കാനത്ത് വന്നത്. ഓക്കെ, കുൽ ഇൻ കാനത്ത്, നിങ്ങൾ ആയിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ആയിരുന്നെങ്കിൽ, ലക്കും നിങ്ങൾക്ക്, ഓക്കെ, ലാ പ്ലസ് കും, ലക്കും നിങ്ങൾക്ക് ആയിരുന്നെങ്കിൽ, അദ്ദാറുൽ ആഖിറ, പരലോകത്തെ ഭവനം. ഓക്കെ, ദാറ് നമ്മൾ മുമ്പ് കണ്ടതാണ്, ദാൽവാറ. ഓക്കെ, ദൗറ്, ദാറ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കറങ്ങി 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 തിരിഞ്ഞ് അതിലേക്ക് അവിടേക്ക് തന്നെ തിരിച്ചെത്തുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യം ദാർ അല്ലെ. നമ്മൾ നമ്മുടെ ഹോം, നമ്മുടെ സ്വന്തം വീടാകുമ്പോൾ എവിടേക്ക് ചെന്ന് കഴിഞ്ഞാലും തിരിച്ച് നമ്മൾ നമ്മളുടെ വീട്ടിനകത്ത് തന്നെ എത്തും. അതുപോലെ വീട്ടിനകത്ത് നമ്മൾ ഇല്ലേ തിരിഞ്ഞും മറിഞ്ഞും ഓരോ സ്ഥലത്ത് നമ്മളെ വീട്ടിനകത്ത് തന്നെയാണ് നമ്മളെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ടേൺസ് എടുത്ത് തിരിച്ച് അവിടെ തന്നെ എത്തും. അതുപോലെ ഖുർആൻ ഹിഫ്ള് പഠിച്ചവർ ദൗറ ചെയ്യും അല്ലെ, അവർ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് ഖുർആൻ ഓതി നോക്കുന്നത്. അപ്പം ഇതിലൊക്കെ വന്ന വാക്കാണ് ദാർ എന്ന് പറഞ്ഞാൽ വീട്, ഭവനം. ഓക്കെ, അദ്ദാറുൽ ആഖിറ എന്ന് പറഞ്ഞാൽ പരലോകത്തിലെ ഭവനം. പരലോകത്തിന്റെ ഭവനം ഏതാണ്? സ്വർഗം. ശരിക്കും പരലോകം എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഡെസ്റ്റിനേഷൻ ആണ് അല്ലെ, 2 സ്ഥലങ്ങളാണല്ലോ, ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതിനകത്ത് ഏതാണ് പരലോകത്തിലെ ഭവനം എന്ന് പറയുന്നത്? സ്വർഗം. കാരണം നരകം ഒരിക്കലും ഒരു ഭവനം പോലെയല്ല അല്ലെ, ഒരു വീട് അല്ലെങ്കിൽ ഹോം, നമ്മൾ താമസിക്കുന്ന ഒരു വീട് എന്ന് പറയുന്നത് അത് സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഇടമാണ്. സ്വർഗം മാത്രമേ അതിനകത്ത് പെടുന്നുള്ളൂ അല്ലെ. നരകം ഒരിക്കലും സമാധാനത്തിന്റെ സുരക്ഷിതത്വത്തിന്റെയും ഇടമായിട്ട് വരുന്നില്ല. അപ്പൊ ദാറുൽ ആഖിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വർഗം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, ഖുൽ സോറി, ഇവിടെ ഇൻകാനത്ത് മിസ്സിംഗ് ആണ് കേട്ടോ ആയത്തില്. ഇൻഷാ അല്ലാഹ് ഞാൻ കറക്റ്റ് ചെയ്ത് എഴുതാം. ഖുൽ ഇൻ കാനത്ത് ലക്കുമുദ്ദാറുൽ ആഖിറത്തു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, പരലോകത്തിന്റെ ഭവനം നിങ്ങൾക്കാണെന്ന്. ഖാലിസതൻ, ഖാലിസ ഖ ലാം സ്വാദ്, ഖാലിസ ഖ ലാം സ്വാദ്, ഖുലൂസ്, ഇഖ്ലാസ്, ഖാലിസ്. ഓക്കെ, ഈ വാക്കിൽ നിന്ന് വന്ന് ഇഖ്ലാസ് നമുക്കറിയാം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ പ്യോർ ആയിട്ടുള്ള, നിഷ്കളങ്കമായിട്ടുള്ളത്, മിക്സ് ചെയ്യാത്തത്.
ഓക്കെ. അപ്പം ഖാലിസ എന്ന് പറഞ്ഞാല് വേറെ ആർക്കും കൊടുക്കാതെ നിങ്ങൾക്ക് മാത്രമാക്കി വെച്ചിട്ടുള്ളത് ഖാലിസ. ഖാലിസ. ഓക്കെ. ഖാലിസ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത്, മാത്രം ആയിട്ടുള്ളത്, നിങ്ങൾക്ക് മാത്രം പ്യുവർ ആയിട്ട് നിങ്ങൾക്ക് മാത്രം വേണ്ടി മാറ്റി വെച്ചത്. അപ്പം ഖുൽ ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറത്തു ഇന്ദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ ഖാലിസത്തൻ, അല്ലെ, നിങ്ങൾക്ക് മാത്രമായിട്ട് വെച്ചതാണ് എന്നുണ്ടെങ്കിൽ, മിൻ ദൂനിന്നാസ്, മനുഷ്യന്മാർക്കല്ലാതെ, മറ്റു മനുഷ്യന്മാർക്ക് ഒഴികെ, അല്ലെ, അവർക്ക് കൊടുക്കാണ്ട് നിങ്ങൾക്ക് മാത്രമായിട്ട്, അവരൊന്നും സ്വർഗത്ത് പോവാണ്ട് നിങ്ങൾ മാത്രമാണ് സ്വർഗത്ത് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത്, ജന്ന എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം റിസർവ് ചെയ്ത് വെച്ച കാര്യമാണെങ്കിൽ, ബനി ഇസ്രായേലേ, ബനി ഇസ്രായേലിന്റെ ആൾക്കാരെ, പിന്നെ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്, അല്ലെ? അത് സ്വർഗം നിങ്ങൾക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ നിങ്ങൾക്ക് എന്താ പരിപാടി? കാരണം ഇതെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടിന്റെ സ്ഥലമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്, അല്ലെ? ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണ് ഇവിടെ ഈ ഭൂമി, അല്ലെ? പിന്നെ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? അവിടെ സുഖമാണ്, അവിടെ നിങ്ങൾക്ക് ഉറപ്പുമാണ്, നിങ്ങൾക്ക് മാത്രമുള്ളതുമാണ്. സോ ഫതമന്നൗൽ മൗത, എന്താക്കുക, നിങ്ങൾ മരണത്തിന് അങ്ങ് ആഗ്രഹിച്ചോളൂ, മരണത്തിന് വേണ്ടിയിട്ട്, അല്ലെ, ആഗ്രഹിച്ചോളൂ. കാരണം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സ്വർഗം കിട്ടുമല്ലോ, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടെ കിടന്ന് നരകിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെ? സ്വർഗം നിങ്ങൾക്ക് ഉറപ്പാണെന്നും അത് നിങ്ങൾക്ക് മാത്രമാണെന്നും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മരണത്തിന് ആഗ്രഹിച്ചോ. അപ്പൊ നിങ്ങൾക്ക് വേഗം സ്വർഗത്ത് പോവാലോ. ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ, നിങ്ങളുടെ വാക്കുകൾ സത്യമാണെന്നുണ്ടെങ്കിൽ. ഓക്കെ. തമന്നൗ, തമന്ന, മീം നൂൻ യ, അമാനി. ഓക്കെ. അമാനി എന്ന് പറഞ്ഞാല് മോഹങ്ങള്, സങ്കല്പങ്ങള്, വ്യാമോഹങ്ങള് എന്നൊക്കെ പറയും. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? മോഹിച്ചോളൂ, മരണത്തിന് വേണ്ടി ആഗ്രഹിച്ചോ. നിങ്ങൾ നിങ്ങളുടെ ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വാദം സത്യമാണെങ്കിൽ, അല്ലാതെ നിങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഒരു കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടെ വെറുതെ കഷ്ടപ്പെട്ട സമയം കളയണ്ടല്ലോ, അല്ലെ? അപ്പൊ വേഗം മരണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ദുആ ഒക്കെ ചെയ്തു എന്നാൽ നിങ്ങൾക്ക് വേഗം സ്വർഗത്തിലേക്ക് പോവാലോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ അവർ ഇതുപോലെ ഓരോ എക്സ്ക്യൂസും കൊണ്ട് വരുമ്പം അതിനൊക്കെ അള്ളാഹു തടയിടാണ്, അല്ലെ? കറക്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. തുടർന്ന് അടുത്ത ആയത്തിൽ 95-ാമത്തെ ആയത്തിൽ പറയുന്നത്, വലൻ യതമന്നൗഹു അബദ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിദ്ദാലിമീൻ. എന്നാൽ അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത്, അവരുടെ ചീത്ത പ്രവർത്തികൾ കാരണമായി അവരൊരിക്കലും മരണത്തെ കൊതിക്കുകയില്ല. അതിക്രമകാരികളെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു അള്ളാഹു. സുബ്ഹാനല്ലാഹ്. അപ്പം വാക്കർത്ഥം നോക്കാം. വലൻ യതമന്നൗ, വ എന്ന് പറയുന്നത് ആൻഡ്. ഓക്കെ. മുമ്പുള്ള ആയത്തിനെ കൂട്ടി പറയാണ്. ലൻ എന്ന് വെച്ചാൽ ഒരിക്കലുമില്ല, ലൻ നെവർ ആണ്. ഓക്കെ. നോ അല്ല, നെവർ ആണ്, ഒരിക്കലുമില്ല. യതമന്നൗഹു, അവർ അതിനെ കൊതിക്കുന്നതല്ല. യതമന്നൗഹു, ഇവിടെ യതമന്നൗ എന്നൊക്കെ പറയുന്നത് മുദാരി ആണ്. നമ്മൾ മുദാരി ഫോമിലേക്ക് പോയിട്ടില്ല. അപ്പം അതിന് അവസാനം ഒരു ഹു എന്നൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്, അല്ലെ? നമ്മൾ ഇന്നലെ ഗ്രാമർ എക്സാമിന്റെ റിവ്യൂ ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാദിയുടെ ഒക്കെ അവസാനത്തിൽ ഒരു ലമീർ മുത്തസിൽ അറ്റാച്ച്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്. അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മാദിയുടെ ഏത് ഫോമാന്ന് പറയാം. അതേപോലെ ഇത് മുളാരി ആണ്. ഓക്കെ. അപ്പൊ മുളാരിയുടെ അവസാനത്തിൽ ഹു അറ്റാച്ച് ചെയ്തതാണ്. മുളാരി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. അപ്പം അവര് എന്താണ്, അത് കൊതിക്കുന്നതേയല്ല, അവർ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നതേയല്ല. അബദൻ, ഒരിക്കലും. ഓക്കെ. ബിമാ, എന്ത് കാരണം കൊണ്ടാണ്? എന്തോ ഒരു കാരണം കൊണ്ടാണ് അവരത് കൊതിക്കാത്തത്. ഖദ്ദമത് ഐദീഹിം, ഖദ്ദമത് മുൻകൂട്ടി ചെയ്തു വെച്ചത്, മുന്നേ അയച്ചത്. ഓക്കെ. ഖദം സ്റ്റെപ്പ്, നമുക്ക് ഇതിനെ വിശദമായിട്ട് തഫ്സീറിൽ കാണാം. ഐദീഹിം, അവരുടെ കൈകൾ. യദിന്റെ പ്ലൂറലാണ് ഐദി. ഓക്കെ. ഐദീഹിം. വല്ലാഹു, അള്ളാഹു എന്താണ്? അലീമുൻ, ഓൾവേസ് ഓൾ നോയിങ്ലി, എല്ലാത്തിനെ കുറിച്ചും എല്ലാം അറിയുന്നവനാണ്. ബിദ്ദാലിമീൻ, എന്താണ്? അക്രമം ചെയ്യുന്നവരെ പറ്റി, ളുൽമ ചെയ്യുന്നവരെ പറ്റി. ളാലിമിന്റെ പ്ലൂറലാണ് ളാലിമൂൻ, ളാലിമീൻ. അപ്പം അള്ളാഹു പറയാണ്, വലൻ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിദ്ദാലിമീൻ. വലൻ, ഒരിക്കലുമില്ല. യതമന്നൗഹു, അവർ ആഗ്രഹിക്കുകയില്ല. അബദൻ, ഒരിക്കലും. ഓക്കെ. ഒരിക്കലും. അബദൻ ഹംസ ബദാൽ, അവർ ഒരിക്കലും ആഗ്രഹിക്കുകയേയില്ല. എന്തുകൊണ്ട് അവർ ആഗ്രഹിക്കാത്തത്? ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് കാരണം. ഖദ്ദമത് ഖാഫ് ദാൽ മീം. ഓക്കെ. ഖാഫ് ദാൽ മീം, എന്തെങ്കിലും ഒരു കാര്യം മുൻകൂട്ടി അയക്കുക. ഖദം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പാണ്.
ഓക്കെ, നമ്മൾ ആ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാണ് അല്ലേ മുന്നോട്ട് പോകുന്നത്. ഖദ്ദമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം മുന്നേ എന്താണ് സെൻ എഹെഡ്, ഓക്കെ, നേരത്തെ അയക്കുന്നതിനാണ് ഖദ്ദമ എന്ന് പറയുന്നത്. ഐദി എന്ന് പറയുന്നത് യദിന്റെ പ്ലൂറൽ ആണ്. അപ്പം അവരുടെ കൈകള് മുന്നേ അയച്ചത് എന്തോ അത്, ഓക്കെ, എന്നാണ് അതുകൊണ്ട് എന്താണ് ഖദ്ദമത്ത് ഐദീഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവര് ഓൾറെഡി ചെയ്തു വെച്ച കാര്യങ്ങൾ. നമ്മൾ മിക്ക കാര്യങ്ങളും നമ്മളല്ലേ മിക്ക ആക്ഷൻസും നമ്മൾ നമ്മളുടെ കൈ കൊണ്ടാണ് ചെയ്യുന്നത് അല്ലെ, മിക്ക ആക്ഷൻസും നമ്മൾ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യവും നമ്മൾ എങ്ങോട്ടാ അയക്കുന്നത്? നമ്മളുടെ പരലോകത്തേക്ക് അല്ലെ. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ പാക്ക് ചെയ്തിട്ട് പരലോകത്തേക്ക് അയക്കുന്നത് പോലെയാണ്. അങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അല്ലെ, നമ്മളുടെ ഓരോ അമലുകളും എന്താണ്, നമ്മൾ നല്ലപോലെ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് പരലോകത്തേക്ക് അയക്കുകയാണ്. നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ദുബായിൽ നിന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെക്കും അല്ലെ. പാക്ക് ചെയ്ത് അത് നമ്മൾ കൊറിയറോ ട്രക്കോ ട്രോളിയോ എങ്ങനെയാന്ന് വെച്ചാൽ അത് അയക്കും. എന്നിട്ട് നമ്മൾ പോകും അല്ലെ. വീട് ഫുൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ച് അതിനെ ട്രക്കിലിട്ട് വീട് കാലിയായി കഴിയുമ്പോൾ നമ്മളും പോകും. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസും നമ്മൾ അത് എങ്ങോട്ടാ അയക്കുന്നത്? പരലോകത്തേക്ക് പാക്ക് ചെയ്ത് അയക്കുകയാണ് അല്ലെ. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ച് നമ്മൾ വീട് കാലിയാക്കി നമ്മളും അവിടെ എത്തിക്കഴിയുമ്പം എന്താ ചെയ്യുക? എല്ലാം തുറക്കും, എല്ലാ പെട്ടികളും തുറക്കും അല്ലെ, നമ്മുടെ സാധനങ്ങൾ. അതേപോലെ അവിടെ നമ്മൾ പരലോകത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ ആക്ഷൻസ് നമ്മളെ മുമ്പിൽ ഓപ്പൺ അപ്പ് ചെയ്യും, നമ്മളെ മുമ്പിൽ തുറന്നു വെച്ചിട്ട് കാണിച്ചു തരും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലെ ഇതിന് നമ്മളെ ഹിസാബ് നടത്തും, നമ്മൾ അക്കൗണ്ടബിൾ ആണല്ലോ. അപ്പം ബിമാ ഖദ്ദമത് ഐദീഹിം, അപ്പം അതിനു മുമ്പ് പറഞ്ഞത് അവർ ഒരിക്കലും മരണത്തിന് വേണ്ടി ആഗ്രഹിക്കില്ല. വലൻ യതമന്നഹു അബദ, അവർ ഒരിക്കലും മരണത്തിന് വേണ്ടി ആഗ്രഹിക്കില്ല. എന്തുകൊണ്ടാണ്? ബിമാ ഖദ്ദമത് ഐദീഹിം, കാരണം അവര് മുമ്പേ ചെയ്തു വെച്ച കാര്യങ്ങള് അവർക്കറിയാം. അവര് കുറ്റങ്ങളാണ്, തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ കുറ്റബോധം ഉണ്ട് താനും അല്ലെ. ഇത് ഇവരിതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് പുറത്തു വേറെന്ന് പറയാണ്. കാരണം ഇവരുടെ അഹങ്കാരം കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാനുള്ള മടി കൊണ്ട് അല്ലെ, അവരുടെ കൗമിൽ നിന്നല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാം. ഇവർ ചെയ്യുന്ന തിന്മകൾ അവർക്കറിയാം, അതിന്റെ കുറ്റബോധം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മരണത്തിനെ പേടിയുമാണ്. കാരണം അവർക്കറിയാം അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ കാരണം അവരെ അവിടെ എന്താണ് കാത്തിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വല്ലാഹു അലീമുൻ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ബിദ്ദാലിമീൻ, എന്താണ്, ദുൽമ ചെയ്യുന്നവരുടെ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും അറിയുന്നവരാണ്. ദ്വാലിം അല്ല ദ്വാലിമീൻ നമ്മൾ പറഞ്ഞു, ദ്വാലിമിന്റെ പ്ലൂറലാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നല്ല വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിയാം. അവരുടെ ആക്ഷൻസിനെ കുറിച്ച് അള്ളാഹ്ക്ക് അറിയാം. അപ്പം ബനി ഇസ്രായേല് എന്താണ്, അവര് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണല്ലോ അല്ലെ. സ്പെഷ്യൽ ആയിട്ട് അള്ളാഹു ചൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവര്. വിശ്വാസികളാണ്. അന്നത്തെ കാലത്തെ തൗഹീദുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ വിശ്വാസികളാണ് അവരല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പം അവരെന്താ വിചാരിച്ചത്? ഞങ്ങൾ എന്തായാലും സ്വർഗത്തിലേക്കാണ്, സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, വേറെ ആരും അങ്ങോട്ട് പോവാൻ പോണില്ല എന്നല്ലേ. ഒരു പക്ഷേ നമ്മളും ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അല്ലെ, നമ്മൾ ചുറ്റുപാടുമുള്ള വളരെ ആലോചിച്ചിട്ട് എന്നാലും ഒരവസ്ഥ അല്ലേ, ഓരൊക്കെ നരകത്തിലേക്കുള്ള ആൾക്കാരല്ലേ എന്ന് പറയാറുണ്ടായിരുന്നു അല്ലെ, ചിന്തിക്കാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആസ് ഇഫ് നമുക്ക് സ്വർഗം ഉറപ്പ് തന്നതുപോലെ അല്ലെ. നമ്മൾ ചുറ്റുപാടുമുള്ള പലരെയും കുറിച്ച് നമ്മൾ എന്താ പറയാ, വളരെ പരിതാപകരമായ രീതിയിൽ നോക്കാറുണ്ടായിരുന്നു ആ മുസ്ലിങ്ങളെ കുറിച്ച്. ഇവൻ നമ്മളുടെ കൗമിൽ തന്നെ വല്ലാത്തൊരവസ്ഥയില് ഇവർ ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് വരുന്ന നരകത്തിൽ. അതായത് ആസ് ഇഫ് നമുക്ക് സ്വർഗം ഇവര് പറഞ്ഞ പോലെ അല്ലെ ഉറപ്പ് തന്ന പോലെ ആണ് നമ്മളും വിചാരിച്ചിരുന്നത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മരണത്തിന് വേണ്ടി ദുആ ചെയ്തു അല്ലെ, എന്നിട്ട് അങ്ങോട്ട് മരിച്ചോ. കാരണം അവിടെ ചെന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നുള്ള കാര്യമല്ലേ. പിന്നെ ഈ ദുനിയാവില് വന്നിട്ട് ഇവിടെ നിന്നിട്ട് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തിനാ ഇതുപോലെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നത് അല്ലെ. ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കണം, അതിന് ഒരുപാട് കഷ്ടപ്പെടണം അല്ലെ. ജോലി എടുത്തിട്ടും ബിസിനസ് ചെയ്തിട്ടും നഷ്ടം വന്നിട്ടും അല്ലെ, അത് പൈസ ഉണ്ടാക്കിയ പൈസ ആരെങ്കിലും കൊണ്ടുപോയിട്ടും പല രീതിയിലും നമുക്ക് കഷ്ടപ്പെടണം. നമ്മുടെ പൈസ വേറെ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടും, എന്നിട്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ചെലവാക്കാനുള്ള സ്ട്രഗിൾ വേറെ. സുബ്ഹാനല്ലാഹ് അല്ലെ. എന്നിട്ടുള്ള പൈസ എൻജോയ് ചെയ്യാൻ വേറെ കഷ്ടപ്പെടും. ഇതിനൊക്കെ നമ്മൾ തന്നെ കഷ്ടപ്പെടണ്ടേ. മാത്രമല്ല ഈ സംഭവം ഉണ്ടാക്കുമ്പം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ വരുന്ന ഒരു സാധനമാണ് പേടിയില്ലേ, ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി.
അപ്പം ഇവിടെ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൗഫും ഹുസ്നും ഒക്കെ ഉണ്ട് അല്ലെ. നിങ്ങൾ ഇവിടെ എന്താ പറയാ, നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് സ്വർഗം ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും മോശപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഇനി വേറെ പല രീതിയിലും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭൂമി എന്തിനാ അവിടെ നിങ്ങൾ നിൽക്കുന്ന? പൊയ്ക്കോ, അങ്ങോട്ട് പൊയ്ക്കോ. എന്നിട്ട് മരണത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക, എന്നാ നിങ്ങൾക്ക് പോവാലോ. എന്നിട്ട് അള്ളാഹ് തന്നെ പറയാണ്, അത് അവരെ കുറിച്ച് അവരോട് അത് പറയാൻ പറഞ്ഞിട്ട് അള്ളാഹ് തന്നെ പറയാണ്, ഒരിക്കലും അത് ചെയ്യൂല, ഒരിക്കലും അവരത് ചെയ്യൂല. കാരണം അവർക്ക് സ്വയം അറിയാം അവര് കുറ്റവാളികളാണ്, അവര് തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അല്ലേ. അപ്പം അവർക്ക് മരിക്കാൻ പേടി തന്നെയാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത് അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പം എത്രത്തോളം കാലം ഇവിടെ നിൽക്കാൻ പറ്റുന്നോ എന്നുള്ളത് അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം അവർക്ക് അവിടെ അവരെ കാത്തു നിൽക്കുന്നത് എന്താന്ന് അവർക്ക് നല്ല വൃത്തിക്ക് അറിയാം. അടുത്ത ആയത്ത് 96. ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر ألف سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. തീർച്ചയായും ജനങ്ങളിൽ വെച്ച് ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരായി ജൂതന്മാരെ നിനക്ക് കാണാം. ബഹുദൈവ വിശ്വാസികളെക്കാൾ പോലും അവരിൽ ഓരോരുത്തരും കൊതിക്കുന്നത് തനിക്ക് 1000 കൊല്ലത്തെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുക എന്നത് അയാളെ ദൈവിക ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്ന കാര്യമല്ല. അവർ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. വാക്കർത്ഥം നോക്കാം. കുറേ വാക്കുകളാണ് ഇത് കേട്ടോ. ഓക്കെ, വ എന്ന് പറയുമ്പോൾ ആൻഡ്, തൊട്ട് മുമ്പുള്ള ആയത്തിനോട് കൂട്ടി പറയണേ. ല എന്ന് പറയുമ്പോൾ നിശ്ചയമായും, തീർച്ചയായും. തജിദ, നിങ്ങൾക്ക് അവരെ വജദ, വാവ് ജീം ദാൽ, അതാണ് റൂട്ട്. നിങ്ങൾ അവരെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ കാണും. അന്ന, വീണ്ടും നിശ്ചയമായും. ഓക്കെ, ആദ്യം ലാമും രണ്ടാമത് അന്നയും വന്നത് രണ്ടും എന്താണ്? നിശ്ചയമായും, ഡബിൾ എംഫസിസ് ആണ്. ഓക്കെ, ഹും, അവരെ. അപ്പം വല തജിദന്നഹും, തീർച്ചയായും നിങ്ങൾ അവരെ കാണും, നിങ്ങൾക്ക് അവരെ കണ്ടുപിടിക്കാം. അഹ്റസ എന്ന് പറഞ്ഞാല് ഏറ്റവും അധികം ആർത്തിയുള്ള, ഹിർസ് എന്ന് വെച്ചാൽ അത്യാഗ്രഹം എന്ന്. ഓക്കെ, അഹ്റസ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും പീക്ക് ഫോം ആണ്. നമുക്കറിയാം അള്ളാഹു അക്ബർ ആണ് അല്ലെ. കബീർ എന്ന് പറഞ്ഞാൽ വലുത്, അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്. അലം, ഏറ്റവും നന്നായി അറിയുന്നവൻ. അജ്മൽ അല്ലെ, ജമീൽ ഭംഗിയുള്ളത്, അജ്മൽ ഏറ്റവും ഭംഗിയുള്ളത്. അലീം അറിവുള്ളത്, അലം ഏറ്റവും അറിവുള്ളത്. അപ്പം അഹ്റസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം അതിമോഹമുള്ള, ആർത്തിയുള്ള ആളുകളാണ് അവര്. അന്നാസ്, ജനങ്ങളിൽ. ഓക്കെ, അവരെ നിങ്ങൾക്ക് ആളുകളിൽ ഏറ്റവും ആർത്തിയുള്ളവരായി കാണാം. എന്തിനാണ് അവർക്ക് ആർത്തി? അല ഹയാത്ത്, ജീവിതത്തിനെ കുറിച്ച്. അവർക്ക് ജീവിതത്തിനോടാണ് ഭയങ്കര ആർത്തി. വമിനല്ലദീന, ഏതൊരു ആൾക്കാരെക്കാളും. ഓക്കെ, അഷ്റഖു, ഷിർക്ക് ചെയ്യുന്നവരെക്കാളും. ഓക്കെ, അഷ്റഖു, ഷീൻ റോ കാഫ്. ഓക്കെ, ഷിർക്ക് സ്വീകരിച്ചവരെക്കാളും അവർക്ക് എന്തിനാണ്? ജീവിതത്തോട് ആർത്തിയാണ്. യവദ്ദു, അവൻ ആഗ്രഹിക്കുന്നു. വാവ് ദാൽ വുദ്, വദൂദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ വദൂദ് ആണ് അല്ലെ. എന്താണ്? ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവൻ, സ്നേഹിക്കുന്നവനാണ്. അപ്പം അവനും എന്താണ്? അവൻ സ്നേഹിക്കുന്നു. അഹദുഹും, അവരിൽ ഒരുവൻ സ്നേഹിക്കുന്നു. എന്തിന്? ലൗ യുഅമ്മർ ഐൻ മീം റോ ഉമർ എന്ന് പറഞ്ഞാല് പ്രായം, ഏജ്. യുഅമ്മറു എന്ന് പറഞ്ഞാല് അവന് ആയുസ് കൊടുക്കുക, ജീവിതം കൊടുക്കുക. അപ്പം അവന് കൂടുതൽ ജീവിതം നൽകപ്പെടുന്നതിനെ അവരിൽ ഒരുവൻ അതിഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. എത്രയുള്ള ജീവിതം? അൽഫ സനത്തിൻ, അൽഫ് 1000, സന വർഷം. ഓക്കെ, അൽഫ സനത്തിൻ 1000 കൊല്ലം ജീവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ ഒരുവൻ ആഗ്രഹിക്കുന്നു. വമാ ഹുവ, എന്നാൽ അതല്ല താനും, ബിമുസഹ്സിഹിഹി, ഈ വാക്കിന്റെ റൂട്ട് 4 ലെറ്ററുള്ള റൂട്ടുള്ള ഒരു വാക്കാണ്. നമ്മൾ ഇതുവരെ എൻകൗണ്ടർ ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. 4 അക്ഷരങ്ങൾ റൂട്ടായിട്ടുള്ള ഒരു വാക്ക്, ആദ്യത്തെ വാക്കാണിത്. ഓക്കെ,
അപ്പം മുസഹ്സിഹിഹി ബി മുസഹ്സിഹി എന്ന് പറഞ്ഞാൽ ബി, ഇവിടുത്തെ ബി എന്ന് പറയുന്നത് എന്താണ്, തീരെ അല്ല എന്ന് പറയില്ലേ നമ്മൾ. ഇതിനു മുമ്പും ഇതുപോലെ കണ്ടിട്ടുണ്ട് അല്ലെ. അള്ളാഹു അവർ ചെയ്യുന്നതിനെ കുറിച്ച് അശ്രദ്ധനേ അല്ല എന്നൊക്കെ പറഞ്ഞ പോലെ ബി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് ഇവിടെയും ബി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അവനെ അകറ്റുകയേയില്ല, അവനെ റിമൂവ് ചെയ്യുകയേയില്ല. എന്തിൽ നിന്ന്? മിനൽ അദാബ്, അവന്റെ എന്താണ്, ശിക്ഷയിൽ നിന്ന് അവനെ അകറ്റുകയേയില്ല. അയ്യുഅമ്മറ, അവന് ദീർഘായുസ് നൽകപ്പെടുക എന്നുള്ള കാര്യം. ഓക്കെ, അവന് ശിക്ഷയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയില്ല. വല്ലാഹു, അള്ളാഹു ബസീറുൻ, അവൻ എല്ലാം കാണുന്നവനാണ്. ബിമാ യാതൊന്ന് യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തോ അതെല്ലാം കാണുന്നവനാണ് അള്ളാഹു. തഫ്സീർ നോക്കാം. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, വലതജിദന്നഹും, നിശ്ചയമായും നിങ്ങൾക്ക് അവരെ കാണാം. തജിദന്ന, അതിന്റെ റൂട്ട് വാവ് ജീം ദാൽ, വജദ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കുക, ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിശ്ചയമായും നിങ്ങൾ അവരെ കണ്ടുപിടിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു അന്ന, നൂന് ശ്രദ്ധയുണ്ട്, അത് ഡബിൾ ഡെഫിനിറ്റ് ആണ്, അതായത് വീണ്ടും ഉറപ്പിക്കുന്നതാണ്. ആദ്യത്തെ ലാമും അതെ. ഓക്കെ, അപ്പം നിശ്ചയമായും നിങ്ങൾ അവരെ കാണും. ആരെ? ബനി ഇസ്രായേലിനെ. എന്തായിട്ട് കാണും? അഹ്റസന്നാസി, മനുഷ്യന്മാരില് ഏറ്റവും അതിമോഹം, അത്യാർത്തിയുള്ള ആളുകൾ. അഹ്റസ ഫ്രം ഹിർസ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഹാറോസ്വാദ്. ഹിർസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ള അതിമോഹം. ഓക്കെ, അത് ജസ്റ്റ് മനുഷ്യന്മാരുടെ ഒരു വാണ്ടോ അല്ലെങ്കിൽ ഡിസയർ അല്ല. വാണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം, ഡിസയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഹിർസ്, ഗ്രീഡ് എന്ന് പറഞ്ഞാൽ അതിമോഹമാണ്. ഓക്കെ, എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആവശ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഡിഫറെന്റ് അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ ഇന്നൊരു കാര്യം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അതിന്റെ അടുത്ത് നമുക്ക് ആഗ്രഹിക്കാം, ചിലത് നമുക്ക് ആവശ്യത്തിലൊന്നും പെടുന്നില്ല, എന്നാലും നമുക്ക് ചിലത് അല്ലെ മറ്റുള്ളവരുടെ അടുത്ത് കാണുമ്പോൾ ഒരു ആഗ്രഹം. പക്ഷെ അതിന്റെയും അടുത്ത ലെവലാണ് ഹിർസ്. ഓക്കെ, അതിമോഹം. ഇതും ഈ ഹെർസിൽ തന്നെ ഏറ്റവും ടോപ്പ് ഡിഗ്രിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അഹ്റസ്, ഞാൻ പറഞ്ഞു കബീർ, അക്ബർ, ജമീൽ, അജ്മൽ, എല്ലാത്തിന്റെയും പീക്കാണ്. അപ്പം ഹെർസ് എന്ന് പറയുന്നത് തന്നെ ആവശ്യവും ആഗ്രഹവും അല്ല, അതിമോഹമാണ്. അതിന്റെയും പീക്കാണ് അഹ്റസ്. സുബ്ഹാനല്ലാഹ്, വാക്കുകളുടെ പ്രയോഗം ശരിക്കും ശ്രദ്ധിക്കണം. എക്സ്ട്രീം ആണ്, അവർക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഹിർസ്. ഓക്കെ, എക്സ്ട്രീം ഡിസയർ ആണ്, എക്സ്ട്രീം ലവ് ആണ് എന്തെങ്കിലും ഒരു സാധനത്തിനോട്. അതേപോലെ നമുക്ക് എന്തിനോടെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ അതിന്റെ കൂടെ വരുന്ന ഒരു സാധനമാണ് പേടി. ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഭയങ്കര ആഗ്രഹമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ നേടിയതാണ്, അത്രയ്ക്കും ആഗ്രഹമുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു സാധനം നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയും ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പൊ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെയും ഓടും അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെ വീണ്ടും അതായത് ഈ ഗ്രീഡും ഫിയറും ഇങ്ങനെ ഹാൻഡ് ഇൻ ഹാൻഡ് പോകും. നമുക്ക് അത്യാഗ്രഹം കൂടുമ്പോൾ അത് നഷ്ടപ്പെടുമെന്നുള്ള പേടിയിൽ കൂടുമ്പോൾ അതിനെ വീണ്ടും നമ്മൾ കളക്ട് ചെയ്യും. അപ്പൊ പൈസന്റെ കാര്യമാണെങ്കിൽ പൈസനോടുള്ള ആഗ്രഹം കൂടുമ്പോൾ പൈസ നഷ്ടപ്പെടുമെന്ന് പേടിയാവും അല്ലെ. അത് നഷ്ടപ്പെടുമെന്ന് പേടിയാവുമ്പോൾ നമ്മൾ അതിനെ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. സുബ്ഹാനല്ലാഹ്, ആർക്കെങ്കിലും ഒരാൾക്ക് മക്കളില്ലാന്ന് വയ്ക്കാം, കുറെ കഷ്ടപ്പെട്ടിട്ട് 5, 10, 15 കൊല്ലം വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു കുട്ടി ഉണ്ടാകുന്ന വയ്ക്കാം. ഈ കുട്ടീനെ ഇപ്പം വേറൊരാൾക്ക് ഒരു 4, 5 മക്കളുള്ളവര് അവര് മക്കളെ നോക്കുന്നതിനേക്കാളും എക്സ്ട്രീം എന്തായിരിക്കും ഈ ഇല്ലാണ്ടുണ്ടായ ഒരു കുട്ടീനെ ഇവര് നോക്കുന്നത് അല്ലെ. കാരണം ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. നമ്മ ഒന്നേ ഉള്ളൂ അല്ലെ, ആകെ ഒന്നിനാണ് പഠിച്ചോൻ പഠിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തെങ്കിലും രീതിയിൽ ഈ കുട്ടിക്ക് ഒരു പോറലേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഹിർസാണ്, അതായത് അതിനോട് ഭയങ്കരമായ ആഗ്രഹം, അറ്റ് ദ സെയിം ടൈം അത് നഷ്ടപ്പെടുമോ എന്നുള്ള അതിതീവ്രമായിട്ടുള്ള പേടി. ഓക്കെ, അതാണ് ഹിർസ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെയും ഏത് രീതിയിലും ത്യാഗം സഹിക്കും അല്ലെ. വേറൊരാൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു കുട്ടീന്റെ കാര്യം പറയുകയാണെങ്കിൽ വേറൊരാൾക്ക് ആ കുട്ടീനെ ഒരു ഉപദ്രവം വരുത്താൻ പറ്റില്ല. ഈവൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ടെസ്റ്റുകളിൽ നിന്ന് പോലും മാതാപിതാക്കൾ ചിലപ്പം ആ കുട്ടീനെ സംരക്ഷിക്കാൻ നോക്കും അല്ലെ. എല്ലാ രീതിയിലുള്ള സന്തോഷം കൊടുത്ത്, എല്ലാ രീതിയിലുള്ള അവൻ ആഗ്രഹിക്കുന്നതൊക്കെ കൊടുത്ത്, അവന് ഇഷ്ടമില്ലാത്തതിൽ നിന്നൊക്കെ റിമൂവ് ചെയ്ത് സംരക്ഷിച്ച് ഒരു തരത്തിലുള്ള വിഷമം അവനെ ബാധിപ്പിക്കാതെ. കാരണം എന്തെങ്കിലും ആയിട്ട് ആ കുട്ടി എന്തെങ്കിലും ആയി പോവരുത് അല്ലെ. അപ്പം ഹെർസിന്റെ കൂടെ വരുന്ന ഒരു സംഭവമാണ് ഫിയർ, ആ ഒരു പേടി. നമുക്കത് വേണം, എന്നാൽ അതിനെ നഷ്ടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നമ്മളുടെ അത്യാഗ്രഹം ഇങ്ങനെ അത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ബനി ഇസ്രായേല് ആളുകളിൽ
ഏറ്റവും കൂടുതൽ ഹിർസ് ഉള്ള ആളുകളായിരുന്നു എന്തിനെ കുറിച്ച്? അലാ ഹയാത്ത്, ജീവിതത്തിനെ കുറിച്ച്, അവരുടെ ജീവൻ ആയുസിനെ കുറിച്ച്. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്ത്, അവര് ജീവനെ കുറിച്ച്, ആയുസിനെ കുറിച്ച്, ജീവിതത്തിനെ കുറിച്ച് അങ്ങേയധികം ആർത്തിയുള്ളവരായിരുന്നു. അവർക്ക് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ കാര്യം. അവർക്ക് മരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. സുബ്ഹാനല്ലാഹ്, മരണത്തിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പേടിയായിരുന്നു. എനിക്കറിയാവുന്ന ഒരാളെ കുറിച്ച് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിനിടയിൽ കേട്ട ഒരു കമന്റ്, സുബ്ഹാനല്ലാഹ്, ആൾക്ക് ഇങ്ങനെ പറഞ്ഞ പോലെ ജീവിച്ചാൽ മതി, ഏറ്റവും സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ മതി, മരണത്തിനെ കുറിച്ച് ആലോചിക്കുന്നത് പോലും ഇഷ്ടമല്ല. അയാൾ പറഞ്ഞൊരു കമന്റ് പോലും, ഞാനിനി എന്തെന്നെ മെഷീൻ എൻ്റെ ബോഡിയിൽ ഫിറ്റ് ചെയ്താൽ, ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഹാർട്ടും അതൊക്കെ വർക്ക് ചെയ്യാണ്ടാവുമല്ലോ അല്ലെ, ഒരു പ്രായമാകുമ്പോൾ ഹാർട്ടും ആർട്ടിഫിഷ്യൽ ശ്വാസകോശം ഒക്കെ ഫിറ്റ് ചെയ്ത് അതിൻ്റെയൊക്കെ വയറുകൾ എൻ്റെ കയ്യിൽ പിടിച്ച് നടക്കേണ്ടി വന്നു കഴിഞ്ഞാലും അതിനും ഞാൻ റെഡിയാണ്, എനിക്ക് മരിക്കണ്ട. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പം അവർക്ക് അറിയാം മരിക്കും എന്നുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ അതിനോടുള്ള ആർത്തി ഭയങ്കര കൂടുതലാണ്. വീണ്ടും വീണ്ടും കൂടുതൽ ജീവിക്കണം, കൂടുതൽ ജീവിക്കണം. അഹ്റസന്നാസി അലാ ഹയാത്ത്. അള്ളാഹു പറയാണ് അവരുടെ ഈ ഒരു അത്യാഗ്രഹം അല്ലെ, ഹെർസ് എന്ന് പറയുന്നത് പീക്ക് വാക്കാണ്. അതിന് അഹ്റസ് അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിച്ചത്. എന്നിട്ട് അള്ളാഹു പറയാണ് അവരുടെ ഈ ഇഷ്ടം ആരെക്കാളും കൂടുതലാണ്? വമിനല്ലദീന അഷ്റഖൂ, ഷിർക്ക് ചെയ്യുന്ന ആളുകളെക്കാളും കൂടുതലാണ് ഇവർക്ക് ജീവിക്കാനുള്ള ആഗ്രഹം. എന്തുകൊണ്ടാണ് ഈ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നത് നോക്കാം. ഓക്കെ, മുശ്രിക്കീങ്ങൾക്ക് ജീവിതത്തിനോട് ഭയങ്കര ആഗ്രഹമാണ് അല്ലെ. അല്ലദീന അഷ്റഖു, അഷ്റഖു എന്ന് പറഞ്ഞാൽ ഷീൻ റോ കാഫ് ഷിർക്ക്. ഷിർക്ക് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് എന്താണ്? പാർട്ട്നേഴ്സിനെ കൊടുക്കുക അല്ലെ. അള്ളാഹുവിന് കൊടുക്കേണ്ട അള്ളാഹുവിന്റെ പേരുകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകള്, അള്ളാഹുവിന്റെ റുബൂബിയത്ത്, ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു പാർട്ട്ണറിനെ കൊണ്ടുവരാം. വേറെ എന്തിനെങ്കിലും ഇതൊക്കെ കൊടുക്കുക. അള്ളാഹുവിന്റെ പേര് വേറെ ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫത്ത് വേറെ ആർക്കെങ്കിലും ഉള്ളതായിട്ട് പറയാം. അള്ളാഹു റബ്ബാണെന്നുള്ള രീതിയിൽ വേറെ ആരെങ്കിലും കാണാം, അല്ലെങ്കിൽ അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തുകൾ വേറെ ആർക്കെങ്കിലും ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് എന്താണ് അതിന്റെ ഒരു ഷെയർ കൊടുക്കുക എന്ന് പറയുന്നത്, ഷിർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അല്ലദീന അഷ്റഖു, മുശ്രിക്കീങ്ങള്, ഇപ്പം നമ്മളെ ചുറ്റുപാടും കാണുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആൾക്കാർ അല്ലെ, ആ മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ പ്രത്യേകിച്ച്. അപ്പം അവർക്ക് പരലോകത്തിനെ കുറിച്ച് എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ? ഇല്ല അല്ലെ. അവർ ശരിക്കും പരലോകത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ല. അവർക്ക് ചെറിയ വിശ്വാസം ഉള്ളവർ ഉണ്ടാവും, ഏതെങ്കിലും ചെറിയ രീതിയിൽ അതിനെക്കുറിച്ച് വിശ്വസിക്കുന്നവരുണ്ടാവും. എന്നാൽ പോലും നമ്മൾ മുസ്ലിങ്ങളെ പോലെ അല്ലെങ്കിൽ അഹ്ലുൽ കിതാബിന്റെ ആളുകളെ പോലെ അല്ല അവരുടെ പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം അല്ലെ. നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പരലോകത്ത് ഒരു വിചാരണ ദിവസമുണ്ട്, അവിടെ നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടും, എന്നിട്ട് നമ്മളുടെ പ്രവർത്തികൾ അമലുകൾക്ക് അനുസരിച്ച് നമ്മൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അയക്കപ്പെടും. അങ്ങനെയൊക്കെ നമുക്ക് വിശ്വാസമുണ്ട് അല്ലെ. പക്ഷെ മുശ്രിക്കുകളെ കുറിച്ച്, അവർക്ക് ആഹാരത്തിനെ കുറിച്ച് എന്താ? മുശ്രിക്കുകൾക്ക് അല്ലെങ്കിൽ ഇതുപോലെ വിഗ്രഹാരാധകർക്ക് ആഹാരത്തിനെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്? അവർ പറയും, ഇല്ല, നമ്മള് ഇതോടുകൂടി കഴിഞ്ഞു അല്ലെ, നമ്മൾ മരിച്ചു, തീയിട്ട് ചുട്ടു, ഫിനിഷ്, പിന്നെ അതിനപ്പുറത്തൊന്നുമില്ല. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള മുശ്രിക്കുകൾ എന്ന് പറയുന്നത് സൂറത്തു ജാസിയയില് 24-ാമത്തെ ആയത്തില് വഖാലു മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ യുഹ്ലികുനാ ഇല്ല ദഹ്ർ. അവർ പറഞ്ഞു ജീവിതം എന്നാൽ നമ്മുടെ ഐഹിക ജീവിതം മാത്രമാകുന്നു. മാഹിയ ഇല്ലാ ഹയാതുന ദുനിയ, നാം മരിക്കുന്നു, നാം ജീവിക്കുന്നു, നമ്മെ നശിപ്പിക്കുന്നത് കാലം മാത്രമാകുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലെ. അതിനുശേഷം പിന്നെ ഉയർത്തെഴുന്നേൽപ്പും പരലോകം ഒന്നും ഇല്ല. അപ്പം പരലോകത്തെ കുറിച്ച് ഒരു വിശ്വാസവും ഇല്ലാത്ത ആളുകള്, അയാൾ എന്താ പറയാ? നിങ്ങൾ ഒരു പ്രാവശ്യം ജീവിക്കുന്നുള്ളൂ അല്ലേ, അതുകൊണ്ട് മാക്സിമം ജീവിക്ക്, മാക്സിമം അത് അടിച്ചു പൊളിച്ച് ജീവിക്ക്, കുറെ സന്തോഷമായിട്ട് ജീവിക്കുക അല്ലേ. പക്ഷെ നമ്മൾ 2 പ്രാവശ്യം ജീവിക്കുന്നവരാണ്, ഒരിക്കൽ ഈ ലോകത്തും രണ്ടാമത് പരലോകത്തും. നമ്മൾ കണ്ടതാണ് അല്ലെ ഒരു ആയത്ത് ബഖറയിൽ തന്നെ, വകുന്തും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്ന അവസ്ഥയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി, പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പിന്നീട് അവങ്കിലേക്ക് നിങ്ങൾ തന്നെ തിരിച്ചു വിളിക്കപ്പെടുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ 2 പ്രാവശ്യം ജീവിക്കേണ്ട, ഒരു പ്രാവശ്യമല്ല. അപ്പൊ ഒരാള് ഒരിക്കൽ മാത്രമേ ജീവിക്കുള്ളൂ എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തിനോട് അതിഭയങ്കരമായ ഒരു ഇഷ്ടമുണ്ടാവും അല്ലെ. വേറെ പ്രതീക്ഷകളൊന്നും ഇല്ലല്ലോ അവർക്ക്. അപ്പം ആ ഒരു ജീവിതത്തിനോട്, ഇഹലോക ജീവിതത്തിനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടാവും. അത് അധികം ജീവിക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടി, മരണത്തിനെ ഒഴിവാക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. അവൻ ഓരോ മൊമെന്റും എൻജോയ് ചെയ്യാൻ വേണ്ടി, ഇവിടെ ഭൂമിയിലുള്ള ഓരോ മൊമെന്റും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്യും അല്ലെ.
അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇത്തരത്തിലുള്ള മുശ്രിക്കീങ്ങൾക്ക് അല്ലെ, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുന്ന, പ്രത്യക്ഷമായിട്ട് ആരാധിക്കുന്ന ആളുകൾക്ക് ഈ ജീവിതം എന്ന് വെച്ചാൽ അവർക്ക് ഈ ഭൂമിയിലെ ജീവിതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ അതിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരാണ്. പക്ഷെ അവരെക്കാളും എന്താണ് ജീവിതത്തിനെ സ്നേഹിക്കുന്നവരാണ് ബനി ഇസ്രായേൽ. അവർക്ക് ഇപ്പൊ ബനി ഇസ്രായേലിന് അറിയാം അല്ലേ, പരലോകമുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ സ്വർഗമുണ്ട്. അതൊക്കെ അറിയുന്നോണ്ടാണല്ലോ അവര് നമ്മളെ സ്വർഗത്തിലേക്കാ പോവാ, നമ്മളെ നരകം തൊടൂല എന്നൊക്കെ പറയുന്നത് അല്ലേ. പക്ഷെ ഈ ഇതൊന്നും അറിയാത്ത മുശ്രിക്കീങ്ങൾക്ക് ഈ ജീവിതത്തിനോട് സ്വാഭാവികമായും അവർക്ക് ഇഷ്ടമുണ്ടാവും. അവരുടെ ഇഷ്ടത്തിനേക്കാളും മേലെയാണ് ബനി ഇസ്രായേലിന്റെ ഇഷ്ടം. എങ്ങനെയാണ് അള്ളാഹു പറയുന്നത്? യവദ്ദു അഹദുഹും, അവരിൽ ഒരുവൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. യവദ്ദു, വാവ് ദാൽ ദാൽ, വുദ്, വുദ് എന്ന് പറഞ്ഞാൽ ഖാലിസുൽ ഹബ്ബ്. ഓക്കെ, ഖാലിസുൽ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഇഷ്ടം. എന്തെങ്കിലും ഒരു സാധനത്തിനോട് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ലവ് ആണ് വുദ്. അപ്പം യവദ്ദു അഹദുഹും, അവരിൽ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നു എന്തിനെ? ലവ് യു അമ്മറു, എനിക്ക് ആയുസ്, ജീവിതം അല്ലെങ്കിൽ പ്രായം നൽകിയിരുന്നെങ്കിൽ. ഉംറ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏജ്, പ്രായമാണ്. യു അമ്മർ എന്ന് പറഞ്ഞാൽ ആയുസ് നൽകുക, ജീവിതം നൽകുക, ജീവൻ നൽകുക. അപ്പൊ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്, എനിക്ക് ആയുസ് നൽകിയിരുന്നെങ്കിൽ. എത്ര? അൽഫസനത്തിൻ, ഒരു 1000 വർഷം. അവരുടെ അടുത്ത് നിങ്ങൾക്ക് മരിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇല്ല, അവർക്ക് ജീവിതം എന്ന് വെച്ചാൽ അത്രക്ക് ആഗ്രഹമാണ്. ഒരു 1000 വർഷമെങ്കിലും ജീവിച്ചിരിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 60 വർഷം 80 വർഷം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഷോർട്ടാണ്. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സനത്തിൻ, അവരെ ആഗ്രഹിക്കുകയാണ് 1000 വർഷമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണ വമാ ഹുവ, എന്നാൽ അതല്ല അല്ലെ, എന്തല്ല, ഈ 1000 വർഷം എന്ന് പറയുന്നത് എന്താണ്? അല്ല ബിമുസഹ്സിഹിഹി, അവരെ രക്ഷിക്കാൻ പോണില്ല, അവരെ അകറ്റാൻ പോണില്ല. മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന്. അയ്യോ അമ്മറു, അവന് ഒരു എത്ര ആയുസ് കൊടുക്കപ്പെട്ടാലും അത് അവരെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ പോണില്ല. വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ. അപ്പം ഒരാൾക്ക് 1000 വർഷങ്ങൾ കൊടുത്തു നിൽക്കുക. ഓക്കെ, അവരെ ആഗ്രഹപ്രകാരം അവർക്ക് ഇങ്ങനെ കുറേ കാലം ജീവിക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്, 1000 വർഷം ജീവിക്കണം എന്ന് വെച്ച്. ഇനി കൊടുത്തു തന്നെ വെക്കുക അവർക്ക്. ഓക്കെ, 1000 വർഷം കൊടുത്തു തന്നെ വെക്കുക. എന്നാലും അവരുടെ മരണവും നിന്നു പോവില്ല. മരണാനന്തരം അവർക്ക് കിട്ടുന്ന ശിക്ഷനെയും തടയാൻ പറ്റൂല. ഒരുപാട് കൊല്ലം ജീവിച്ചെന്ന് വെച്ചിട്ട് മരിക്കാതിരിക്കൂല, എന്തായാലും മരിക്കും അല്ലെ. മരിച്ചു കഴിഞ്ഞാല് ഹിസാബുണ്ടതാനും. വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ. ബിമുസഹ്സിഹിഹി, മുസഹ്സിഹ് നമ്മൾ പറഞ്ഞു സൈ ഹ, 4 അക്ഷരം. സഹ്സഹ എന്ന് പറഞ്ഞാല് ഒരാളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് സംരക്ഷിക്കുക. അതെങ്ങനെ സംരക്ഷിക്കുക എന്ന് വെച്ചാല് അയാൾക്ക് അപകടം ഉണ്ടാക്കുന്ന കാര്യത്തിനെ തള്ളി നീക്കിയിട്ട് ഒരാളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അയാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് തള്ളി നീക്കിയിട്ട് അയാളെ രക്ഷിക്കുക എന്നുള്ളതാണ് ബിമുസഹ്സിഹിഹി. ഓക്കെ, അപ്പം അവരെ വളരെ ഏതെങ്കിലും രീതിയിൽ ഒരു ഇത്തിരിയെങ്കിലും അവരെ ഈ ഒരു കാര്യത്തിന് അവരുടെ ശിക്ഷയിൽ നിന്ന് തള്ളി നീക്കാൻ പറ്റൂല. അവൻ മരണത്തിനെ കാണുക തന്നെ ചെയ്യും. ആ മരണത്തിന് ശേഷം അവൻ അക്കൗണ്ടബിൾ ആവുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പം ഒരുപാട് ആയുസ് കൊടുത്ത് എന്ന് വെച്ചിട്ട് അവൻ മരണത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ഇല്ല. മരണം അവനെ എന്താണ്, എത്ര ആയുസ് കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും അവന് ശിക്ഷയിൽ നിന്ന് തടയപ്പെടുകയും ഇല്ല. വല്ലാഹു ബസീറുൻ, അള്ളാഹു കാണുന്നവനാണ്. ബിമാ യഅമലൂൻ, അവർ ചെയ്യുന്നതെല്ലാം. അള്ളാഹു അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട്. അവർ ചെയ്യുന്ന എല്ലാം അള്ളാഹ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഈ ആയത്തിൽ എന്താ കാണുന്നത്? ഒരു മനുഷ്യന് അല്ലെ, പരലോകത്തെ കുറിച്ച് യഖീൻ ഇല്ലാത്ത ആൾക്കാര്, ഓക്കെ, പരലോകം എന്ന് പറയുന്ന ആ കാര്യം യഖീൻ ഇല്ലാത്ത ആൾക്കാര് അവർ പരലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യൂല. പരലോകത്തിനെ കുറിച്ച് അറിയാം, എന്തോ എവിടെയോ ഒരു ചെറിയ വിശ്വാസമുണ്ട്, പക്ഷെ യഖീനില്ലെങ്കിൽ അവർ പരലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യൂല. പകരം അവർക്ക് ഈ ലോകത്തിനോടുള്ള ഇഷ്ടമായിരിക്കും ഭയങ്കര അധികം. ഈ ലോകവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടമായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട, അത് അവന്റെ ഫാമിലി ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, പണം ആയിക്കോട്ടെ, കംഫർട്ട് ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, അവൻ ഓൺ ചെയ്യുന്ന എന്തൊരു കാര്യമായിക്കോട്ടെ, അതിനോടുള്ള ഇഷ്ടം വല്ലാണ്ടായിരിക്കും.
ഓക്കെ. ഒരു വ്യക്തിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ദുനിയാവ് മാത്രമാണെങ്കിൽ അവന് മരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, തീരെ ഇഷ്ടമുണ്ടാവില്ല. അവൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു അതിലും അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇനി അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവന്റെ എല്ലാ ശ്രമവും. അതിനെ കൂടുതൽ തൃപ്തിയാക്കാനും തൃപ്തപ്പെടുത്താനും അവന് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കൂടുതൽ അതിൽ കൂടുതൽ തൃപ്തി നേടാനും ഭൂമിയുമായി ബന്ധപ്പെട്ട അവന്റെ ആൾക്കാരെ കൂടുതൽ തൃപ്തിപ്പെടുത്താനുമായിരിക്കും അവന്റെ ആഗ്രഹം. എന്നാൽ ഒരാളുടെ ഫോക്കസ് എന്ന് പറയുന്നത് പരലോക ജീവിതമാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഈ ഭൂമിയിലുള്ള എല്ലാം ഉപയോഗിച്ച് അവൻ ആ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കും. അവൻ ഈ ഭൂമിയിലുള്ളതെല്ലാം, അവന്റെ ഫാമിലി ആയിക്കോട്ടെ, അവന്റെ കുട്ടികളായിക്കോട്ടെ, അവന്റെ സ്വത്തായിക്കോട്ടെ, അവന് എന്ത് പൊസിഷൻ ഉണ്ടായിക്കോട്ടെ, എന്ത് കംഫർട്ട് ഉണ്ടായിക്കോട്ടെ, എന്ത് അനുഗ്രഹങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ ഉപയോഗിച്ച് പരലോകത്തേക്ക് വേണ്ടി ഉണ്ടാക്കാൻ ശ്രമിക്കും. അവൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും, ബുദ്ധിമുട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അങ്ങനെ അവന്റെ പരലോക ജീവിതം ബെറ്റർ ആക്കാൻ വേണ്ടി അവൻ ശ്രമിക്കും. അവൻ ജീവിക്കുന്നത് ദുനിയാവിലാണെങ്കിലും അവന്റെ മനസ്സ് ആഖിറത്തിലായിരിക്കും. മരണം അവന്റെ അടുത്തേക്ക് വരുമ്പം അവൻ എന്ത് പറയും? യാ അയ്യുഹൻ നഫ്സു, അതായത് ആഖിറത്തിന് വേണ്ടിയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അല്ലെ, അയാളോട് പറയപ്പെടുന്നത് എന്താണ്? യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. സമാധാനം അടഞ്ഞ ആത്മാവേ, നിന്റെ രക്ഷിതാവിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുക. ആരാണ് തൃപ്തിപ്പെടുന്ന ആള്? ആരാണ് കണ്ടന്റഡ് ആയിട്ടുള്ള ആൾക്കാർ? എങ്ങനെയാണ് ഒരു വ്യക്തി കണ്ടന്റഡ് ആവുന്നത്, തൃപ്തിയുള്ള ആളായിട്ട് മാറുന്നത്? അവൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുമ്പോൾ അല്ലെ, നമ്മളൊരു ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് ഇത്രയും പണികൾ ചെയ്ത് തീർക്കാണ്ട് ഉച്ചയാകുമ്പോഴേക്കും കുക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് കുളിച്ച് ഭംഗിയായി വൃത്തിയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അന്ന് വല്ലാത്തൊരു തൃപ്തിയാണ്. ചില ദിവസം ഒരുഴപ്പോ ഇനി അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടോ നമ്മൾ പണികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടെ ഒരു അതൃപ്തി, ഒരു സമാധാനക്കേടാണ് അല്ലേ. അപ്പം തൃപ്തിയായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ആരാണ്? അവന് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ച ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളിൽ സന്തോഷവാനായിരിക്കുന്ന തൃപ്തനായിട്ടുള്ള ആളാണ്. അതിനെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്വീകരിച്ച് അതിനെ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആളോട് മരണത്തിന്റെ സമയത്ത് എന്തു പറയും? ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങ്. നീ നിന്റെ റബ്ബിലേക്ക് തൃപ്തിയോടുകൂടി, തൃപ്തമായിട്ട് അല്ലെ, നീയും തൃപ്തിയായിട്ട് മടങ്ങ്, അള്ളാഹു നിന്നെ കുറിച്ച് തൃപ്തനായിട്ട് നീ മടങ്ങ. സുബ്ഹാനല്ലാഹ്. ഇത് ആർക്കാ പറ്റുക? ആഖിറത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക്. ആഖിറത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാർക്ക്, ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി ഉള്ള ആൾക്കാർക്ക്, പരലോകത്തിനെ ഭയപ്പെടുന്ന ആൾക്കാർക്ക്, അവർക്ക് എന്താണ്? ഇവിടെ മാക്സിമം എൻജോയ് ചെയ്താൽ മതി, ഇവിടെ മാക്സിമം ജീവിച്ചാൽ മതി. പക്ഷെ സത്യം എന്താണ്? ഒരുപാട് ലൈഫ്, നീണ്ട ജീവിതം ഉണ്ടെന്ന് വെച്ചിട്ട് അതിനൊരിക്കലും മരണത്തിന് തടയാൻ പറ്റില്ല. ഇനി അവൻ ഒരുപാട് ജീവിച്ച് മരിച്ചാലും അവന്റെ ശിക്ഷയെ ഒരിക്കലും തടയാൻ പറ്റില്ല. എല്ലാവരും മരിക്കും അല്ലെ. കുല്ലുമൻ അലൈഹ ഫാൻ. ഭൂമുഖത്ത് എല്ലാവരും നശിച്ചു പോകുന്നവരാവുന്നു. ഇനി നമ്മൾ 1000 വർഷം ജീവിക്കാൻ തന്നെ വെക്കട്ടെ, നമ്മൾ മരിക്കും. ഈ ഭൂമിയിൽ ആരെങ്കിലും മരിക്കാതെ ബാക്കിയായവരുണ്ടോ ഇതുവരെ? ഇല്ല അല്ലെ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു 100 വർഷം ജീവിക്കാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അല്ലെ. ഇനിയിപ്പോ 100 വർഷം ജീവിക്കാന്ന് വെക്കുക, അവൻ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും? ഭക്ഷണം കഴിക്കൽ പ്രയാസമാവും അല്ലെ. ഈവൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കൽ പോലും പ്രയാസമായി മാറും. അപ്പോൾ ജീവിതം എൻജോയ് ചെയ്യാന്നുള്ളതിനേക്കാളും മറ്റുള്ളവർക്ക് ഒരു ഭാരമായിട്ട് മാറാന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ലോങ് ലൈഫ് എന്നുള്ളതല്ല, ആ ലൈഫ് ക്വാളിറ്റി ഉള്ള ലൈഫാക്കുക. ലൈഫിന്റെ ക്വാണ്ടിറ്റി അല്ല, നീളമല്ല പ്രശ്നം, ക്വാളിറ്റിയാണ്. ഒരാൾ ഒരുപാട് ആയുസ് ജീവിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുസരണക്കേട് കാണിക്കുന്നവനാണെങ്കിൽ അവനാണ് ഏറ്റവും മോശപ്പെട്ട ആൾ. പക്ഷെ ഒരാൾ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചിട്ട് ഓക്കെ, അവന്റെ സമയം അള്ളാഹുവിന് അനുസരണയിലാണ് ജീവിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം. തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹസനായിട്ടുള്ള ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശർറുക്കും മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. നിങ്ങൾ ഏറ്റവും മോശപ്പെട്ടവൻ, നിങ്ങൾ ഏറ്റവും മോശമായിട്ടുള്ളവൻ ആരാണ്? വളരെ വളരെ ലോങ് ആയിട്ടുള്ള ആയുസ് ഉണ്ട്, പക്ഷെ അവന്റെ അമലുകള് മോശപ്പെട്ടതാണ്. അവന്റെ ആയുസ് ലോങ് ആണ്, പക്ഷെ അമലുകൾ മോശപ്പെട്ടതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരുപാട് നീണ്ട ജീവിതം ഉണ്ടായിട്ടും അതവന് കാര്യമില്ല. പക്ഷെ ഒരാൾക്ക് വളരെ ചെറിയ ആയുസേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അതാണ് അവന് ഏറ്റവും ബെസ്റ്റ്. വളരെ ലോങ് ആയുസ് അവന് കൊടുത്തിട്ട് അത് മുഴുവൻ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത് വളരെ ബെസ്റ്റ് അല്ലേ. നിങ്ങൾ ഏറ്റവും നല്ലവൻ ഖൈറുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? നിങ്ങൾ ലോങ് ലൈഫും അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള അമലുകളും ചെയ്തവർ. സുബ്ഹാനല്ലാഹ്.
അപ്പൊ നമ്മൾ ഒരുപാട് കാലം ജീവിച്ചെന്ന് പറയുന്നതുകൊണ്ട് വലിയ ഭാഗ്യമൊന്നും കിട്ടാനില്ല അല്ലേ? നമ്മൾ പലർക്കും ആയുസ്സിന് വേണ്ടിയും ആഫ്യത്തിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ആയുസ് അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തിയുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ആയുസ്സായിരിക്കണം. അത് അമലുകൾ ആയിരിക്കും, ചെയ്യാൻ പറ്റുന്ന ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇമാമൻ നവവി, റിയാദു സ്വാലിഹീൻ എഴുതിയ ഇമാമൻ നവവി, അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ കമ്പൈൽ ചെയ്ത ബുക്കാണ് റിയാദു സ്വാലിഹീൻ. എന്നിട്ട് ആള് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോവാണ് അല്ലെ. പക്ഷേ ആളുകൾക്ക് ഇത്രയും വലിയൊരു ട്രഷർ ബാക്കി വെച്ചിട്ടാണ് മരിച്ചു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ബുക്ക് മാത്രമല്ല, വേറെ ഒരുപാട് ക്ലാസിക് ആയിട്ടുള്ള ബുക്സ് ഇമാമൻ നവവിയുടെ റെഫറൻസസ് ഉണ്ട്. വളരെ ഷോർട്ടായിട്ടേ ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ വളരെയധികം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇമാമൻ നവവി നയിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പം ബനി ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പം അവരുടെ ദീർഘായുസിന്, കുറേ കാലം ജീവിക്കാനുള്ള ആഗ്രഹത്തെ അള്ളാഹു അപലപിക്കുകയാണ് ഇവിടെ. സുബ്ഹാനല്ലാഹ്. അവർക്ക് ഇനി ഒരുപാട് കാലം ജീവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടുത്തെന്ന് വെച്ചാലും അവർ അള്ളാഹ്ക്ക് അനുസരണ കാണിച്ചുകൊണ്ട് ജീവിക്കൂല, അള്ളാഹുവിന് അനുസരണക്കേടേ കാണിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം ലോങ് ലൈഫിനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ലേ? പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, പ്രയോജനപ്രദമായിട്ടുള്ള, കൂടുതൽ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള, ഓരോ നിമിഷവും അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എപ്പോ വേണമെങ്കിലും അല്ലേ, നാളെ മരിക്കാം, മറ്റന്നാളെ മരിക്കാം, നമുക്കൊരു ഉറപ്പുമില്ല. നമ്മൾ പലപ്പോഴും കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ എനിക്ക് അത് ചെയ്യണം അല്ലെ, നമ്മളെല്ലാം നാളത്തേക്ക് നീട്ടി വെക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഇന്ന് കേൾക്കുന്നത് ഇന്ന് തന്നെ അങ്ങോട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക, നമ്മുടെ കഴിവിന്റെ പരമാവധി. അല്ലാതെ അത് റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയില്ല നമ്മൾ എത്ര കാലം ജീവിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒരുപാട് കാലം ജീവിക്കാന്നല്ല, ഉള്ളത് അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ, ഓരോ നിമിഷവും അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മൾ തിന്മ ചെയ്താൽ എന്തായാലും അത് ഫേസ് ചെയ്യുന്ന വേണം അല്ലെ. മരണം ഫേസ് ചെയ്യുക തന്നെ വേണം. പൊതുവെ ആളുകൾക്ക് മരണത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിപ്പോ പറയണ്ട അല്ലെ. ഇവൻ നമ്മളെ മനസ്സിൽ നമ്മൾ മരിക്കുന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ ആ ഒരു ചിന്ത ഒന്ന് വരുമ്പോ തന്നെ നമ്മൾ അതിനെ മാറ്റും. അല്ലാതെ നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാൻ മരിച്ച് എന്നെ മയ്യത്തിനെ കുളിപ്പിച്ച് എന്നിട്ട് അവരെന്നെ ഖബറിൽ വെച്ച് ഖബറിൽ ചോദ്യം ചെയ്ത്, അതിങ്ങനെ ആ ഒരു സീക്വൻസ് ചിന്തിക്കാൻ, ഒരുപാടൊന്നും മുന്നോട്ട് ചിന്തിക്കാൻ നമുക്ക് ഇഷ്ടമല്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ പെട്ടെന്ന് അത് കുലുക്കി അത് വേണ്ട ആ ചിന്ത വേണ്ട എന്നിട്ട് നമ്മളെ തിരിച്ചു കൊണ്ടുവരും. സുബ്ഹാനല്ലാഹ്. നമുക്ക് മരണത്തിനെ പേടിയാണ്, നമുക്ക് മരണത്തിനെ പേടിക്കുക വേണം. നമ്മൾ മനുഷ്യന്മാരാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭയം നമ്മളിൽ ഇട്ടിട്ടുമുണ്ട്. പക്ഷെ ആ ഭയം ഇട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആ മരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഒരു പരീക്ഷ വരാന്ന് വെച്ചോ, ഒരു പരീക്ഷ വരുമ്പം ഇല്ലല്ല പരീക്ഷനെ കുറിച്ച് ആലോചിക്കേണ്ട, ടെൻഷൻ ആവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കൾ അതിനു വേണ്ടി പഠിക്കുമോ? ഇല്ലല്ലേ. പക്ഷെ പരീക്ഷ വരുമ്പം, പരീക്ഷന്റെ പേടി ഉള്ളിലേക്ക് വരുമ്പം എന്തായാലും പഠിച്ചോളും. സുബ്ഹാനല്ലാഹ്. അപ്പം മരണത്തിനെ ഇഗ്നോർ ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല, ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. പക്ഷെ ചിന്തിക്കുമ്പം സുബ്ഹാനല്ലാഹ്, നമ്മൾ അതിനു വേണ്ടി യഖീൻ ഉണ്ടാകുന്ന ആൾക്കാരാകുമ്പം, അതിനുവേണ്ടി ചിന്തിക്കുമ്പം നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറും. അപ്പം ഒരു യാഥാർത്ഥ്യത്തിനെ ഇഗ്നോർ ചെയ്തത് കൊണ്ട് ഒരിക്കലും അത് ഇല്ലാതാവുന്നില്ല അല്ലെ. അപ്പം മരണത്തിനെ ഇഗ്നോർ ചെയ്യുക, പരലോകത്തിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അത് ഇല്ലാണ്ടാവുന്നില്ല. പകരം അതിനോടുള്ള ഭയം നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കുക. അതിന് നമുക്ക് ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. ദിവസവും മാറ്റം വരുത്താനുള്ള, മരണത്തിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ആക്ഷൻ പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. വെറുതെ എന്തൊക്കെയോ കേട്ട് തള്ളിക്കളയുന്ന ആളുകളാവരുത്. ഓക്കെ, നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഇനിയും നന്നാക്കാനുള്ള, ഇനിയും തിരുത്താനുള്ള, ഇനിയും തൗബ ചെയ്ത് മടങ്ങാനുള്ള ആക്ഷൻ പ്ലാൻ ഡെയിലി ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോ ദിവസവും രാത്രി നമ്മൾ സ്ത്രീകൾ കിടക്കുമ്പോൾ നാളെ രാവിലെ എന്താ ഉണ്ടാക്കുക, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ, ഉച്ചക്ക് എന്താ കൊടുക്കുക, ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് എന്താ കൊടുക്കുക, രാത്രി ഡിന്നറിന് എന്താ ആക്കുക അല്ലെ. ഭയങ്കര പ്ലാനാ. അതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ സ്ട്രെസ്. പണിയെടുക്കുന്നതിനേക്കാളും വലിയ സ്ട്രെസ്സാണ് ഈ ഉണ്ടാക്കുന്നത് ചിന്തിക്കൽ അല്ലേ. പക്ഷെ നമ്മളെ മരണത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആക്ഷൻ പ്ലാൻ നമ്മുടെ കയ്യിലുണ്ടോ? നമുക്കിങ്ങനെ മറിച്ച് നോക്കാൻ, ഇത് ചെയ്തോ അത് ചെയ്യാനുണ്ടോ, തിരുത്താനുണ്ടോ, അങ്ങനെ നോക്കാൻ ഒരു പ്ലാൻ നമ്മളെ കയ്യിലുണ്ടോ? നമ്മളെ ചിന്തയിലുണ്ടോ? നമ്മളിങ്ങനെ ഒരു ഒഴുകാണ്. ആരൊക്കെയോ ക്ലാസ് എടുക്കുന്നത് എന്തൊക്കെയോ കേൾക്കുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളൊരു ഇൽമ അമൽ പ്ലാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യാം. കുറച്ചൊരു സമയം, ഒരു 2 ആഴ്ചത്തെ സമയം എനിക്ക് തരണം. നമുക്കത് കാര്യമായിട്ട് നമുക്ക് അതിനെ പൊടി തട്ടി എടുത്തു കൊണ്ടുവരണം. നമ്മളിത് കേട്ടുവിടലല്ല, നമ്മളെ ജീവിതം എന്ന് പറയുന്ന ഓരോ നിമിഷവും മരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിട്ട് നമുക്ക് മാറണം. മാറിയേ മതിയാവും.
അല്ലെങ്കിൽ നമ്മൾ യഖീനില്ലാത്ത ആൾക്കാരാണ്. നമ്മൾ എന്തോ ആർക്കോ വേണ്ടി എന്തോ സുഖിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ജീവിച്ചു പോകുന്നവരായി മാറരുത്. ഓക്കെ, നമുക്ക് ആക്ഷൻ പ്ലാൻ വേണം. മരണത്തിന്റെ ഭയം എന്ന് പറയുന്നത് നമ്മൾ മരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് തൃപ്തിയുള്ളവരായി നമ്മളും തൃപ്തരായിട്ട് മടങ്ങുന്ന ഒരവസ്ഥയിലുള്ള മരണം നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫി കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅഥർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅലൽ ഖുർആന ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.